ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ ഞങ്ങളിത് രാവിലെ കുക്കിംഗ് പരിപാടിയിലാണ്. മോൾ ഇവിടുന്ന് കളിക്കുകയാണ്. ഞങ്ങൾ കിച്ചണിൽ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം. മോള് ഇടയ്ക്കൊക്കെ വന്ന് ശല്യം ചെയ്യും. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ടോയ്സും കാര്യങ്ങളും ഇട്ട് കൊടുത്താൽ അവിടെ ഇരുന്ന് കളിച്ചോളും. അങ്ങനെ ഇതാ മോള് നല്ല കളിയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ചെറിയൊരു കുക്കിംഗ് വീഡിയോ. എപ്പോഴും നമ്മൾ ഒരേ ചോറും കറിയും ഒക്കെ കഴിച്ച് ഒരു മടുപ്പുണ്ടാവുമല്ലോ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇരുന്നപ്പോൾ വിചാരിച്ചു സ്പെഷ്യലായിട്ട് ഇന്ന് എന്തെങ്കിലും ഉണ്ടാക്കണമെന്ന്. അങ്ങനെ സ്പെഷ്യലായിട്ട് ഇന്ന് എന്ത് ചെയ്യുമെന്ന് വിചാരിക്കുമ്പോഴാണ് ഏട്ടൻ ചെമ്മീൻ കൊണ്ടുവന്നത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള വലിയ കൊഞ്ചനായിരുന്നു. അപ്പോൾ ഇത് വെച്ചിട്ട് ഒരു ബിരിയാണി വെക്കാമെന്നായിരുന്നു പ്ലാൻ ചെയ്തത്. പിന്നെ വിചാരിച്ചു അപ്പം എന്തായാലും ഞങ്ങൾ ആൾക്കാർ കുറച്ച് അധികമുണ്ട് വീട്ടിൽ. അപ്പോൾ എല്ലാവർക്കും കൂടി ഇത് തികയില്ല. അപ്പോൾ എന്ത് വിചാരിച്ചു, അപ്പോൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഫ്ലേവറൊക്കെ കിട്ടുകയാണെങ്കിൽ അത്യാവശ്യം നല്ലതുപോലെ ചെമ്മീൻ ഉണ്ടാവണം. അപ്പോൾ ഞങ്ങളൊന്ന് ചെറിയതായിട്ട് പ്ലാനൊന്ന് മാറ്റി ഫിഷ് കൊണ്ടുവന്നു. അപ്പോൾ ഫിഷ് ബിരിയാണിയും ഈ ചെമ്മീൻ നമുക്കൊന്ന് സ്റ്റിക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ബിരിയാണീൻ്റെ പരിപാടിയൊക്കെ തുടങ്ങി. ഞങ്ങൾക്ക് ഈ വീട്ടിലിത് സ്ഥിരമാണ്. എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം നമുക്ക് വേറെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിക്കും. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് ഓരോ വിചാരം വരുമ്പോൾ അപ്പോൾ ഉണ്ടാക്കാൻ തുടങ്ങിയതാണ് ഞങ്ങൾ സാധാരണ. അപ്പോൾ പിന്നെ ഒരു ഐഡിയയിൽ വന്നതാണ് ഒരു പായസം കൂടി ആയാലോ എന്ന്. അപ്പോൾ പെങ്ങൾ വേഗം പായസത്തിൻ്റെ പരിപാടിയൊക്കെ അവൾ വേഗം തുടങ്ങി. വീട്ടിൽ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പ്രഥമനാണ് ഉണ്ടാക്കാൻ വിചാരിച്ചത്. ആദ്യം പാൽപ്പായസമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ എനിക്കിഷ്ടം പ്രഥമനാണ്. പിന്നെ അതിനുള്ള വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പ്രഥമൻ ഉണ്ടാക്കി. രാവിലെ തന്നെ അതിൻ്റെ പരിപാടിയൊക്കെ തുടങ്ങി. കാരണം അങ്ങനെ ഒരു ചിന്ത വന്നപ്പോൾ തന്നെ ഞങ്ങൾ ഉണ്ടാക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ ഫിഷും ഏട്ടൻ കൊണ്ടുവന്നു. അപ്പോൾ ഫിഷ് നമ്മൾ മസാലയാക്കി സെറ്റാക്കി വെച്ച്. അപ്പോൾ നമ്മൾ ആദ്യം പായസത്തിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഉച്ചക്കത്തെ ചോറിൻ്റെ പരിപാടി നോക്കാമെന്ന് വിചാരിച്ചു. ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഫിഷ് ബിരിയാണി. ഇത് പായസം ഇത് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊരു സൈഡിൽ നിന്ന് ആയപ്പോഴത്തേക്ക് ഞാൻ ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അധികം ഡീപ്പായിട്ട് ബിരിയാണിക്ക് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ശാലോ ഫ്രൈ ചെയ്താൽ മതി. അപ്പോൾ എല്ലാം കൂടി ഒരു പാനിൽ ഫ്രൈ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ 2 പാനാക്കിയിട്ട് ആണ് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ പെട്ടെന്ന് കഴിയുമല്ലോ. അപ്പോൾ ഞാൻ 2 പാനിലാക്കിയിട്ട് ഫിഷ് ഫ്രൈ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതാ കാണുമ്പോൾ തന്നെ കുടിക്കാൻ കൊതിയായി. നമ്മൾ സാധാരണ കല്യാണ വീട്ടിലൊക്കെ പോകുമ്പോഴാണ് ഇങ്ങനെ പ്രഥമനൊക്കെ കിട്ടുന്നത്. അപ്പം നമ്മുടെ കൊതി തീരുന്നവരെ നമുക്ക് കുടിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് വീട്ടിലുണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് നമ്മുടെ മനസ്സ് നിറയുന്നത് വരെ നമുക്ക് പായസം കുടിക്കാമല്ലോ. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും പ്രഥമൻ തന്നെയാണ്. അതുകൊണ്ട് പപ്പടവും പഴമൊക്കെ കൂട്ടി കുഴച്ച് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അപ്പോൾ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള സവാള കൂടി വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പായസം റെഡിയായി. ഇനി നമുക്ക് ബിരിയാണി റെഡിയാക്കാം. ഞാൻ നേരത്തെ കാണിച്ച ചെമ്മീനാണിത്. അത് സ്റ്റിക്കിലിട്ടിട്ട് ഇനി അത് ഫ്രൈ ചെയ്തെടുക്കണം.
ഫുഡൊക്കെ ഇതാ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടുണ്ട്. ദാ ഫിഷ് ബിരിയാണിയും ചെമ്മീൻ ഫ്രൈയും പിന്നെ ഞങ്ങളുടെ സ്പെഷ്യൽ പ്രഥമനും അതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഫുഡ് കഴിക്കുകയും വേണ്ടു. അപ്പോൾ ഞങ്ങളുടെ ഇതുപോലത്തെ ഭ്രാന്ത് നിങ്ങൾക്ക് ഇഷ്ടമായോ? അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ അപ്പോൾ അതിൻ്റേതായ ടേസ്റ്റും ഉണ്ടാകും. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ.